അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പ്ലസ് ടുവിലെ കൂട്ടുകാരെ, ദുറൂസിൽ 8ാമത്തെ പാഠം അദ്ദർസു സാമിൻ സിഫത്തുൽ ജന്നത്തി വന്നാർ. ടെക്സ്റ്റ് ബുക്കിലേക്കാണ് നോക്കേണ്ടത്. സ്ക്രീനിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, ഓഡിയോ ക്ലാസ് ആണ് ഇൻഷാ അല്ലാഹ്. സിഫത്തുൽ ജന്നത്തി വന്നാർ, നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും വിശേഷണങ്ങൾ. നരകത്തെയും സ്വർഗത്തെയും കുറിച്ച് നമ്മളൊരു പാഠം പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ കുറച്ചും കൂടെ വിശദീകരണങ്ങൾ പറയാണ്. പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് 2 പാഠാക്കിയതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. രണ്ടും ഒരേപോലെ ബന്ധപ്പെട്ട് കിടക്കുന്ന പാഠങ്ങൾ തന്നെയാണ്. ഖാല അല്ലാഹു തആല പറയുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ടു വരുവിൻ, നിങ്ങൾ പെട്ടെന്ന് വരുവിൻ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക്, വജന്നത്തിൻ, സ്വർഗത്തിലേക്കും, അർദുഹസ് സമാവാതു വൽ അർദു, ആ സ്വർഗത്തിന്റെ അർള് വിസ്തൃതി എന്ന് പറയുന്നത് അസ്സമാവാതു വൽ അർളു, ഭൂമിയും ആകാശവും ചേർന്നതിനേക്കാളാണ്. ഭൂമിയും ആകാശവുമാണെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലുതാണ് സ്വർഗത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ഉഇദ്ദത് ലിൽ മുത്തഖീന, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതില് നമുക്ക് ഈ പാഠത്തിൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ അർദുഹസ് സമാവാതു വൽ അർള്, സ്വർഗവും നരകവും എന്ന് പറയുന്നത് ചെറിയ എന്തെങ്കിലും ഒരു പെട്ടിക്കൂടോ ഒരു കൊട്ടാരമോ ഒന്നുമല്ല. അത് വിശാലമായ, ഈ പ്രപഞ്ചത്തെ പോലെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെക്കാൾ വിശാലമായി കിടക്കുന്ന സമാവാത്ത്, ആകാശങ്ങൾ ചേർന്നാൽ കൊള്ളാവുന്നത്രയും അതിനേക്കാളും വിശാലമായി കിടക്കുന്ന വളരെ വിസ്തൃതമായ ഒരു ലോകമാണ് സ്വർഗം എന്ന് പറയുന്നത്. നരകാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മളെ മനസ്സിൽ സ്വർഗം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഒരു കൊട്ടാരം അല്ലെ, കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് വലിപ്പമുള്ള അല്ലെ, അതൊന്നും അല്ല സ്വർഗം എന്ന് പറയുന്നത്. കാരണം ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും വിശാലമായ തോട്ടങ്ങൾ തന്നെ സ്വന്തമായുള്ള വലിയ ഒരു പ്രദേശം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ലോകമാണ് സ്വർഗവും നരകവും ഒക്കെ. ഖാല, അല്ലാഹു തആല വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്കും സ്വർഗത്തിലേക്കും മുൻകടക്കുവിൻ. അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, അതിന്റെ വിസ്തൃതി ആകാശത്തിന്റെയും ഭൂമിയുടെയും വിസ്തൃതി പോലെ വിശാലമാണത്. നമുക്ക് മനസ്സിലാവാൻ അങ്ങനെ പോലും പറഞ്ഞത്, ശരിക്കും അത്രയോ അല്ല. നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ സ്വർഗവും ആകാശവും ഭൂമിയൊക്കെ അല്ലേ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറയുന്നുള്ളൂ. അതിനേക്കാളും വിശാലമാണ്. ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി, അല്ലാഹുവിനെയും അവന്റെ മുർസലുകളെയും വിശ്വസിച്ച ആളുകൾക്ക് വേണ്ടിയാണ് അത് ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ, അത് അല്ലാഹുവിന്റെ ഔദാര്യമാകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നതാകുന്നു. വഅൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, യഖൂലു, അദ്ദേഹം പറയുന്നു, ജാഅത്ത് മലായികത്തു ലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ നായിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് കുറച്ച് മലക്കുകൾ നബിയുടെ അടുത്തേക്ക് വന്നു. ഫഖാല ബഅദുഹും, അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഇതൊരു ഡെമോൺസ്ട്രേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാതെ നബി തങ്ങൾക്ക് വഹീന്റെ ഒരു രൂപം തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഉറക്കം എന്ന് പറയുന്നത്, സ്വപ്നം എന്ന് പറയുന്നത്. അപ്പൊ നബി തങ്ങൾ ഉറങ്ങുകയാണ്. ഫഖാല ബഅദുഹും, അപ്പൊ അതിൽ ഒരാൾ പറഞ്ഞു, മലക്കുകൾ വന്ന മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഇന്നഹു നായിമുൻ, നബി തങ്ങൾ ഉറങ്ങുകയാണ് എന്ന്. അപ്പം മറ്റേയാള് ഖാല ബഅദുഹും, മറ്റേയാൾ പറഞ്ഞു, ഇന്നൽ ഐന നായിമത്തുൻ വൽ ഖൽബ യഖ്ളാൻ, കണ്ണുകൾ ഉറങ്ങുകയാണ് പക്ഷെ ഖൽബ് ഉണർന്നിരിക്കുന്നുണ്ട് അല്ലെ, ഖൽബ് ഉണർന്നിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിക്കുകയാണ്. അപ്പൊ ആ സംസാരത്തിലൂടെ നബി തങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്, വഹി ഇറങ്ങുക എന്നർത്ഥം. ഫഖാലു, അപ്പോ പിന്നെ അവർ പറയാണ്, ഇന്നലി സാഹിബിക്കും ഹാദാ മസല, നിങ്ങളുടെ ഈ സാഹിബിന്, ഈ വ്യക്തിക്ക് ഒരു ഉപമയുണ്ട്. ഫദ്രിബൂ ലഹു മസല, നിങ്ങൾ ആ ഉപമ ഒന്ന് പറയൂ. ഫഖാല ബഅദുഹും, അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ പറയണം, മറ്റുള്ളവർ പറയണം, ഇന്നഹു നായിം, അവിടുന്ന് ഉറങ്ങുകയല്ലേ. ഫഖാല ബഅദുഹും ഇന്നൽ ഐന നായിമത്തുൻ വൽ ഖൽബ യഖ്ളാൻ, നബിയുടെ കണ്ണുകൾ ഉറങ്ങുന്നുണ്ടെങ്കിലും ഖൽബ് ഉണർന്നിരിക്കുന്നുണ്ട്. ആ ഉപമ പറയാൻ പറയുന്നു. ഫഖാലു, അപ്പൊ അവർ പറയാണ്, ഉപമ പറഞ്ഞു കൊടുക്കുകയാണ്. മസലുഹു കമസലി റജുലിൻ ബനാദാറ, നബിയുടെ ഉപമ എന്ന് പറയുന്നത് ഒരു വീടുണ്ടാക്കിയ ഒരു വ്യക്തിയെ പോലെയാണ്. വജഅല ഫീഹാ മഅ്ദുബതൻ, അങ്ങനെ ഒരു വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിൽ ഒരു സദ്യ ഒരുക്കുന്നു. വബഅസ ദാഇയൻ, എന്നിട്ടൊരു ക്ഷണിക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ അയക്കുകയും ചെയ്യുന്നു. വീടുണ്ടാക്കി വീട്ടിലൊരു സദ്യ ഒരുക്കി ആ സദ്യയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ആളെ അയച്ചു. ഫമൻ അജാബ ദാഇയ, ആ ക്ഷണിക്കാൻ വേണ്ടി അയക്കപ്പെട്ട ആളെ ആരെങ്കിലും അയാൾക്ക് ഉത്തരം കൊടുത്താൽ, ആ ക്ഷണിക്കാൻ വേണ്ടി വരുന്ന ആൾക്ക് ആരെങ്കിലും ഉത്തരം കൊടുക്കുകയാണെങ്കിൽ, ദഖല ദാറ, അയാൾക്ക് ആ വീട്ടിൽ പ്രവേശിക്കാം. വഅകല മിനൽ മഅ്ദുബ, അവിടെയുള്ള വിഭവ സമൃദ്ധമായ സദ്യ കഴിക്കാം. വമല്ലം യുജിബ് ദാഇയ, ആ ക്ഷണിക്കാൻ വേണ്ടി വരുന്ന ആൾക്ക് മറുപടി കൊടുക്കുന്നില്ല, അയാളെ പരിഗണിക്കുന്നില്ല, മൈൻഡാക്കുന്നില്ല എങ്കിൽ ലം യദ്ഖുലി ദാറ,
അയാൾ അങ്ങനെ ക്ഷണിക്കുന്ന ആൾക്ക് മറുപടി കൊടുക്കാതെ മാറിക്കളഞ്ഞവരൊന്നും ആ വീട്ടിൽ പ്രവേശിക്കുകയില്ല. വലം യഅകുൽ മിനൽ മഅ്ദുബ, ആ സദ്യ അവർക്ക് കഴിക്കാനും കഴിയില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവം. ഫഖാലു, എന്നിട്ട് അവർ തന്നെ അതിന്റെ എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കുകയാണ്. അവർ പറയാണ് അവ്വിലുഹാലഹു യഫ്ഖഹ്ഹാ, അതൊന്ന് വിശദീകരിച്ചു കൊടുത്തേ, അവിടുന്ന് മനസ്സിലാക്കട്ടെ, നബിതങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതൊന്നുകൂടി വ്യാഖ്യാനിച്ചു കൊടുക്കൂ നിങ്ങൾ. ഫഖാലു, അപ്പം ബാക്കിയുള്ള മലക്കുകൾ പറയാണ് ഫദ്ദാറു അൽ ജന്ന, ദാർ എന്ന് പറയുന്നത് ഭവനം എന്ന് പറയുന്നത്, വീടുണ്ടാക്കി എന്ന് പറഞ്ഞത് സ്വർഗമാകുന്നു. വദ്ദാഇ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ അവിടെ മഅ്ദുബത്തുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് സംഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ക്ഷണിക്കാൻ വരുന്ന ആളാകുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ അതാഅ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെട്ടാൽ, ക്ഷണിക്കാൻ വേണ്ടി വരുന്ന ആൾ പറയുന്നത് കേട്ട് അയാൾ പറയുന്നതനുസരിച്ച് ചെയ്താൽ, ഫഖദ് അതാഅ അല്ലാഹ്, അവൻ അള്ളാഹുവിനെയാണ് വഴിപ്പെടുന്നത്. വമൻ അസാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിര് പ്രവർത്തിച്ചാൽ, ഫഖദ് അസല്ലാഹ്, അവൻ അള്ളാഹുവിനോടാണ് എതിര് പ്രവർത്തിക്കുന്നത്. വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർഖുൻ ബൈനന്നാസ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾക്കിടയിൽ വേർതിരിക്കുന്ന ആളാകുന്നു. നല്ലവരെയും ചീത്തവരെയും വേർതിരിക്കുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അവരുടെ സമീപനം എന്ത് എന്ന അടിസ്ഥാനത്തിലാകുന്നു. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വേറൊരു ഹദീസ് അദ്ദേഹം പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബി തങ്ങളെ, അള്ളാഹുവിന്റെ ദൂതരെ, മിമ്മ ഖുലിഖൽ ഖൽഖ്, സൃഷ്ടികളൊക്കെ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ഖാല, നബി തങ്ങൾ പറഞ്ഞു, മിനൽ മാ, വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടികളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ഖുൽതു, ഞാൻ ചോദിച്ചു, അൽ ജന്നത്തു, സ്വർഗമുണ്ടല്ലോ, മാ ബിനാഉഹ, അതിന്റെ ബിനാ എന്താണ്, അതിനെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. ഖാല, നബി തങ്ങൾ പറഞ്ഞു, ലബിനത്തുൻ മിൻ ഫിദ്ദ വലബിനത്തുൻ മിൻ ദഹബ്, ഒരു ഇഷ്ടിക വെള്ളി കൊണ്ടാണെങ്കിൽ മറ്റൊരു ഇഷ്ടിക സ്വർണം കൊണ്ടാണ്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികകൾ കൊണ്ടാണ് സ്വർഗത്തിന്റെ നിർമ്മിതി. വമിലാത്തുഹ അൽ മിസ്കുൽ അദ്ഫറു, അതിനെ ചേർത്ത് നിർത്താൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ചാന്ത്, അതിനെ ചേർത്ത് നിർത്താൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മിശ്രിതം എന്ന് പറയുന്നത് അൽ മിസ്കുൽ അദ്ഫറു, വളരെ സുഗന്ധമുള്ള, ശക്തമായ സുഗന്ധമുള്ള മിസ്കാകുന്നു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികകളെ ചേർത്ത് നിർത്താൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഇഷ്ടികകളെ ഒട്ടിച്ചിരിക്കുന്നത്, അത് മിസ്ക് കൊണ്ടാണ്. വിലയേറിയ മുത്തുകളും പവിഴങ്ങളുമാണ് അതിലുള്ള കല്ലുകൾ, ചരൽ കല്ലുകൾ എന്ന് പറയും. ഇവിടെ ഇങ്ങനെ വെറുതെ കിടക്കുന്ന കല്ലുകൾ പോലും വളരെ വിലയേറിയ മുത്തുകളും പവിഴങ്ങളുമാണ്. അവിടുത്തെ മണ്ണെന്ന് പറയുന്നത് കുങ്കുമമാണ്. മൻദഖലഹ, അതിലാരെങ്കിലും പ്രവേശിച്ചാൽ യൻഅമു വലാ യബ്അസു, അയാൾ ഒരിക്കലും മോശമാവുകയില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല, വളരെ സൗഖ്യമായിരിക്കും. യൻഅമു, എപ്പോഴും സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കും. വലാ യബ്അസു, ഒരിക്കലും ഒരു പ്രയാസം, ഒരു മോശം അനുഭവം അയാൾക്ക് അവിടെ ഉണ്ടാവുകയില്ല. വയഖ്ലുദു ലാ യമൂത്ത്, അവൻ ശാശ്വതനായിരിക്കും, ഒരിക്കലും മരണപ്പെടുകയില്ല. ലാ തബ്ലാ സിയാബുഹും, അവരുടെ വസ്ത്രങ്ങൾ നുരുമ്പുകയില്ല. വലാ യഫ്ന ശബാബുഹും, അവരുടെ യൗവനം ഒരിക്കലും നശിക്കുകയില്ല. അപ്പൊ അവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നാശം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഒന്നിനും, ഒരു സാധനത്തിനും നാശം എന്ന് പറയുന്ന സംഭവമില്ല. അതൊക്കെ എന്താണ്, അത് വളരെ പെർഫെക്റ്റ് ആയ രൂപത്തിൽ കാലാകാലം അങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ്. നബി തങ്ങൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫിൽ ജന്നതി 100 ദറജ, സ്വർഗ്ഗത്തിലെ 100 ദറജകളുണ്ട്. അഅദ്ദഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അത് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. മാ ബൈന ദറജതൈനി കമാ ബൈന സമാഇ വൽ അർദ്, ഈ 2 ദറജകളുടെ, 2 പദവികളുടെ ഇടയിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള അത്ര ദൂരമുണ്ട്. കണ്ടോ, നമ്മള് ഇതൊരു വലിയ ലോകമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇതൊക്കെ മനസ്സിലാക്കാൻ, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ അല്ലെ. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അള്ളാഹ് ഒരുക്കി വെച്ചിരിക്കുന്ന പദവികൾക്കിടയിൽ ഒരു പദവി എന്ന് പറയുന്നത് ഭൂമിയിൽ കിടക്കുകയാണെങ്കിൽ രണ്ടാമത്തെ പദവി ഒരുപാട് അകലെ ആകാശത്തിന്റെ അതിരിലാണ് കിടക്കുന്നത്. അതിന്റെയും മേലെ വേറൊരു പദവി, അതേപോലെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഇടയിലുള്ള അത്രയും ദൂരം അപ്പുറത്താണ് അടുത്ത പദവി കിടക്കുന്നത്. താഴത്തെ പദവിയിലുള്ള ആൾക്കാർക്ക് മേലത്തെ പദവിയിലുള്ള ആൾക്കാർ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക എന്നല്ലാതെ അവിടെ ഒന്ന് എന്തി നോക്കാനോ അവിടത്തേക്ക് എത്തിച്ചേരാനോ വലിയ പ്രയാസമായിരിക്കും അല്ലെ. അപ്പൊ 100 ദറജകളാണുള്ളത്. അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന, അള്ളാഹുവിന് വേണ്ടി കഷ്ടപ്പെടുന്ന, അള്ളാഹുവിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹ് ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. ഫൈദാ സഅൽതുമുല്ലാഹ, അപ്പൊ നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ,
അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫസ്അലുഹുൽ ഫിർദൗസ്, നിങ്ങൾ ഫിർദൗസിനെ ചോദിക്കണം. ഫിർദൗസിനെയാണ് ചോദിക്കേണ്ടത്. ഫഇന്നഹു ഔസത്തുൽ ജന്നതി വഅഅലൽ ജന്നതി, സ്വർഗത്തിലെ മിതമായ ഒരു സ്വർഗം എന്ന് പറയുന്നത്, മധ്യഭാഗത്തുള്ള സ്വർഗം എന്ന് പറയുന്നതും ഏറ്റവും ഉന്നതമായ സ്വർഗം എന്ന് പറയുന്നതും എന്താണ്? ഫിർദൗസ് ആകുന്നു. വഫൗഖഹു അർശുർ റഹ്മാൻ, അതിനും മുകളിലാണ് അള്ളാഹുവിന്റെ അർശ് കിടക്കുന്നത്. അതിനു മുകളിലാണ് അള്ളാഹുവിന്റെ അർശ് കിടക്കുന്നത്. ഫിർദൗസിന് മുകളിലാണ് അള്ളാഹുവിന്റെ അർശ് കിടക്കുന്നത്. വമിൻഹു തതഫജ്ജറു അൻഹാറുൽ ജന്ന, അതിൽ നിന്നാണ്, ഏതിൽ നിന്ന്? ഫിർദൗസിൽ നിന്നാണ് സ്വർഗത്തിലെ നദികൾ ഉത്ഭവിക്കുന്നതും. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസിനെ ചോദിച്ചോളൂ. അള്ളാഹുവിന്റെ സ്വർഗത്തിലെ വിവിധ ദറജകൾ തമ്മിലുള്ള ദൂരമൊക്കെ വളരെ വളരെ വിശാലമാണ്. അതുകൊണ്ട് വലിയ ഉയർന്ന സ്വർഗം തന്നെ നിങ്ങൾ ചോദിച്ചു വാങ്ങണം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, വീണ്ടും അദ്ദേഹത്തിൽ നിന്ന് തന്നെ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പറയുന്നു. ഇപ്പൊ നമ്മൾ ഇതുവരെ സ്വർഗത്തെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇനി നമ്മൾ നരകത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നബി തങ്ങൾ പറയാണ്, നാറുക്കും, നിങ്ങളുടെ തീ, നിങ്ങൾ ഉപയോഗിക്കുന്ന, ദുനിയാവിൽ ഉപയോഗിക്കുന്ന തീ, ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നമ, നരകത്തിന്റെ തീയിലെ 70 ജുസ്ഇൽ നിന്നുള്ള ഒരു ജുസ് ആകുന്നു. നരകത്തിന്റെ തീയിന്റെ 70 ഒരു അംശം മാത്രമാണ് ദുനിയാവിലെ നിങ്ങളുടെ തീ എന്ന് പറയുന്നത്. യാ റസൂലല്ലാ, അപ്പൊ നബിനോട് അങ്ങനെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാ, നബിയെ, ഇൻകാനത്തിലെ കാഫിയ, അത് തന്നെ മതിയാകുന്നതാണല്ലോ, അത് തന്നെ മതിയല്ലോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ എന്ത് സാധനങ്ങൾ കത്തിച്ച് കളയാനും ദുനിയാവിലെ തീ മതിയാകുന്നുണ്ടല്ലോ, അത്രയും സ്ട്രോങ് ആണല്ലോ ദുനിയാവിലെ തീ എന്ന് പറഞ്ഞപ്പം നബി തങ്ങൾ പറഞ്ഞു, ഫുദ്ദിലത അലൈഹി നബി 69 ജുസ്അൻ, ഈ തീയേക്കാൾ 69 തവണ നരകത്തിലെ തീ വർദ്ധിക്കപ്പെട്ടിരിക്കുന്നു. കുല്ലുഹുന്ന മിസ്ലു ഹരിഹ, ഓരോന്നും ഈ തീയിന്റെ അത്ര തന്നെ ചൂടുണ്ടാകും. ദുനിയാവിലെ ഏറ്റവും ശക്തമായ തീയാണ് നമ്മൾ ഇതിൽ എടുത്തു നോക്കേണ്ടത്. പക്ഷെ ദുനിയാവിലെ ഏറ്റവും ശക്തമായ തീ എന്ന് പറയുമ്പോൾ ഏതാണ്? അതിനെത്ര ചൂടുണ്ടാകും? ആ തീയിനേക്കാൾ, ദുനിയാവിലെ തീയിനേക്കാൾ 69 മടങ്ങ് ചൂട് കൂടുതലുണ്ട്. ഇതിന്റെ അതേ ഓരോ മടങ്ങും കൂട്ടി 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 അത്രയും സ്ട്രോങ് ആയ തീ, ചൂടുള്ള തീയാണ് നരകത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പറയുന്നു, യുതാ ബി ജഹന്നമ യൗമൈദിൻ ലഹാ 70,000 സിമാമിൻ, നരകത്തെ അന്നത്തെ ദിവസം കൊണ്ടുവരപ്പെടും അന്ത്യനാളില്, ലഹാ 70,000 സിമാമിൻ, അതിന് 70,000 കടിഞ്ഞാണുകൾ ഉണ്ടാവും. മഅകുല്ലി സിമാമിൻ 70,000 മലക്കിൻ, ആ ഓരോ കടിഞ്ഞാണിന്റെയും കൂടെ 70,000 മലക്കുകൾ ഉണ്ടാകും. യജുറൂനഹ, അവർ അതിനെ വലിച്ചു കൊണ്ടുവരും. 70,000 കടിഞ്ഞാണ്, ഓരോ കടിഞ്ഞാണും 70,000 വീതം മലക്കുകൾ പിടിച്ചുകൊണ്ട് അതിനെ വലിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുക. അങ്ങനെ വലിച്ചു കൊണ്ടുവന്നിട്ട് നരകമെന്ന് പറയുന്ന വിശാലമായ ലോകത്തെ അന്ത്യനാളില് മനുഷ്യരൊക്കെ നിൽക്കുന്ന മഹ്ശറില് അല്ലാഹു തആല കൊണ്ടുവന്ന് നിർത്തും. വഅൻ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു, നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഇന്ന അഹ്വന അഹ്ലിൻ നാരി അദാബൻ, നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷയുള്ള ആള്, അഹ്വനു അഹ്ലിൻ നാരി അദാബൻ, അല്ലെ, നരകത്തിലെ ശിക്ഷയിൽ ഏറ്റവും നിസ്സാരമായ ശിക്ഷയുള്ളവൻ, മൻ ലഹു നഅലാനി, 2 ചെരുപ്പുകളും, വശിറാഖാനി, ആ 2 ചെരുപ്പിനും 2 വാറുകളും, അങ്ങനെ 2 വാറുകളുള്ള 2 ചെരുപ്പുകൾ ധരിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടുള്ള ചെരുപ്പും വാറും ഒക്കെ? മിന്നാരിൻ, തീ കൊണ്ടുള്ള ചെരുപ്പും വാറും ധരിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തി, അയാൾക്കാണ് ഏറ്റവും ചെറിയ ശിക്ഷ. പക്ഷെ ആ തീ കൊണ്ടുള്ള ചെരുപ്പും വാറും അയാൾക്ക് ധരിപ്പിച്ചാൽ തന്നെ യഗ്ലി മിൻഹുമാ ദിമാഗുഹു, അയാളുടെ തലച്ചോറ് കിടന്ന് തിളച്ചു മറിയും. കമാ യഗ്ലിൽ മിർജലു, എന്താണ് അൽ മിർജൽ എന്ന് പറഞ്ഞാല് താറ് തിളക്കുന്നത് പോലെ തിളച്ചു മറിയും. മായറ അന്നഹദൻ അശദ്ദു മിൻഹു അദാബൻ വഇന്നഹു ലഅഹ്വനുഹും അദാബ, അയാളുടെ തലച്ചോറ് കിടന്നങ്ങനെ തിളക്കുന്നുണ്ടാകും. മായളുന്നു, അയാൾ കരുതുന്നില്ല, അയാൾ വിചാരിക്കുന്നില്ല, അന്നഹദൻ അശദ്ദു മിൻഹു അദാബ, അയാളെക്കാളും വലിയ ശിക്ഷയുള്ള ഒരാളും ഭൂമിയിൽ ഇല്ല, നരകത്തിൽ ഇല്ല എന്നാണ് അയാളുടെ ബോധി. അയാൾ വിചാരിക്കുന്നത് ഏറ്റവും വലിയ ശിക്ഷ അയാൾക്കാണ് കിട്ടിയിരിക്കുന്നതെന്ന് അയാൾക്ക് തോന്നും. അത്രയും കഠിനമാണ് ആ ശിക്ഷ തന്നെ. വഇന്നഹു ലഅഹ്വനുഹും അദാബ, സത്യത്തിൽ അയാൾ എന്താണ്? അവിടെ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ആളുമാകുന്നു. ഏറ്റവും ചെറിയ ശിക്ഷ അയാൾക്ക് കിട്ടുന്നുള്ളൂ, എന്നാലും അയാൾ വിചാരിക്കുന്നത് അയാളാണ് ഏറ്റവും വലിയ ശിക്ഷ കിട്ടുന്ന ആളെന്നാണ്. അപ്പൊ അതാണ് നരകത്തിലെ നിസാരമായ ശിക്ഷയുടെ പോലും അവസ്ഥ എന്ന് പറയുന്നത്. വഅൻ അനസിൻ ഖാല, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിർജൽ എന്ന് പറഞ്ഞാല് എന്താണ്? ചട്ടി കേട്ടോ. നമ്മള് പിന്നെ
വെള്ളത്തിന്റെ ഒക്കെ പാത്രങ്ങളിൽ, വെള്ളപാത്രം കേട്ടോ, വെള്ളപാത്രം, അങ്ങനെയാണ് മിർജലിന്റെ അർത്ഥം കാണുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് കറക്റ്റ് ചെയ്യാം. മിർജലു എന്ന് പറഞ്ഞാല് വെള്ളപാത്രം തിളക്കുന്നത് പോലെ കേട്ടോ. അൽ ഖിദ്റു മിൻ തീനിൻ ഔ മഅദിൻ എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, ഇനി വഅൻ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുഅ്താ ബി അൻഅമി അഹ്ലി ദുനിയ മിൻ അഹ്ലിൻ നാരി യൗമൽ ഖിയാമ. മനുഷ്യന്മാരുടെ കൂട്ടത്തില് യുഅ്താ ബി അൻഅമി അഹ്ലി ദുനിയ, ദുനിയാവിലെ ഏറ്റവും വലിയ സുഖം കിട്ടിയ, ഏറ്റവും കൂടുതൽ ആസ്വാദനം കിട്ടിയ ആളെ കൊണ്ടുവരപ്പെടും. മനസ്സിലായല്ലോ? ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സുഖം കിട്ടിയ നരകാവകാശിയായ ആൾ ആരാണോ അയാളെ കൊണ്ടുവരപ്പെടും. അങ്ങനെ അയാളെ കൊണ്ടുവന്നിട്ട് യൗമുൽ ഖിയാമത്തി, അന്ത്യനാളിലെ കഥ പറയുന്നത്, അയാൾ കൊണ്ടുവരും. ഫയുസ്ബഗു ഫിന്നാരി സബഗതൻ, അയാളെ നരകത്തിൽ ഒന്ന് മുക്കും. അയാൾ നരകാവകാശിയാണല്ലോ. നരകത്തിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും, അയാളെ മുക്കിയിട്ടും കിടക്കും. എന്നിട്ട് സുമ്മയുഖാലു, അയാളോട് ചോദിക്കപ്പെടും, ഇയാൾ ദുനിയാവിൽ ഭയങ്കര സുഖമുള്ള ആളായിരുന്നു കേട്ടോ. ദുനിയാവിൽ അയാൾ എല്ലാ സുഖങ്ങളും ആസ്വദിച്ച്, സകല നിഅമത്തുകളും ആസ്വദിച്ച് അടിച്ചു പൊളിച്ച ആളാണ്. അയാള് ആഖിറത്തില് നരകത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയും എടുത്തിട്ട് അയാളോട് ചോദിക്കപ്പെടും, യബ്ന ആദം ഹൽ റഅയ്ത ഖൈറൻ ഖത്തോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഖൈർ കിട്ടിയിരുന്നോ എന്ന് ചോദിക്കും. ഹൽ മർറ ബിക നഈമുൻ ഖത്തോ, എന്തെങ്കിലും ഒരു നഈം നിനക്ക് കടന്നു പോയിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു അനുഗ്രഹം നിനക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് അയാളോട് ചോദിക്കപ്പെടും. അങ്ങനെ ചോദിക്കപ്പെടുന്ന സമയത്ത് അയാൾ പറയും, ഫയഖൂലു ലാ, ഇല്ല, വല്ലാഹി യാ റബ്ബ്, പടച്ചോനെ എനിക്ക് ഒരു അനുഗ്രഹവും കണ്ടതായിട്ട് ഓർമ്മയില്ല, ഞാന് വല്ലാത്ത കഷ്ടപ്പാടാണ് അനുഭവിച്ചിരിക്കുന്നത് എന്ന് നരകത്തിൽ ഒന്ന് മുങ്ങി വരുമ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു പോകും. അതേസമയം വയുതാബി അശദ്ദിന്നാസി ബൂസൻ യൗമൽ ഖിയാമ, അല്ലെ, ഫിദ്ദുനിയ മിൻ അഹ്ലിൽ ജന്നത്തി വയുതാബി അശദ്ദിന്നാസി ബൂസൻ, ദുനിയാവിൽ ഏറ്റവും കഷ്ടപ്പാട് അനുഭവിച്ച ആള് മിൻ അഹ്ലി ജന്നത്തി, സ്വർഗാവകാശികളുടെ കൂട്ടത്തില് ദുനിയാവിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിച്ച വ്യക്തിയെ കൊണ്ടുവരപ്പെടും. ഫിൽ ജന്ന, എന്നിട്ട് സ്വർഗത്തിൽ ഒന്ന് കാണിച്ചിങ്ങെടുക്കും. സ്വർഗത്തിൽ വെറുതെ ഒന്ന് അവിടെ നിന്ന് കാട്ടിയിട്ട് ഇങ്ങെടുക്കുള്ളൂ. അങ്ങനെ എടുത്തിട്ട് അയാളോട് ചോദിക്കപ്പെടും, യബ്ന ആദം ഹൽ റഅയ്ത ബൂസൻ ഖത്തു, എടാ എനിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരുന്നോ എപ്പോഴെങ്കിലും? ഹൽ മർറ ബിക ശിദ്ദത്തുൻ ഖത്തു, നിനക്ക് എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ടോ കടന്നു പോയിട്ടുണ്ടോ എന്ന് അയാൾ ചോദിക്കും. അയാൾ ദുനിയാവിൽ ഇയാൾ അനുഭവിക്കാത്ത കഷ്ടപ്പാടൊന്നുമില്ല, പക്ഷെ അതൊക്കെ അയാൾ മറന്നു കഴിഞ്ഞിട്ടുണ്ടാകും. അയാൾ സ്വർഗത്തിന്റെ ആ ഒരു മണം, ആ സ്വർഗത്തിൽ ഒന്നങ്ങോട്ട് അയാളെ അവിടെ ഒന്ന് കാട്ടിയെടുക്കുമ്പോഴത്തേക്ക് അയാൾക്ക് അയാളുടെ എല്ലാ പ്രയാസങ്ങളും അയാൾ മറന്നു. അയാൾ പറയും, ലാ വല്ലാഹി യാ റബ്ബ് മാ മർറ ബി ബുഅ്സുൻ ഖത്തു, പടച്ചോനെ എനിക്ക് ഒരു പ്രയാസവും കണ്ടിട്ടില്ല ഞാൻ. വലാ റഅയ്തു ശിദ്ദതൻ ഖത്തു, ഞാൻ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഞാൻ കണ്ടിട്ടില്ല, ഒരു പ്രയാസവും എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് അയാൾ പറയും. അയാളെല്ലാം മറന്നുപോയിട്ടുണ്ടാവും, അയാൾ ഫുൾ ആസ്വാദനത്തിന്റെ മൂഡിലേക്ക് മാറിപ്പോയിട്ടുണ്ടാവും. അപ്പൊ അതാണ് സ്വർഗവും നരകവും എന്ന് പറയുന്നത്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ്. നബി തങ്ങൾ പറയുന്നു, ഖാല ഊഖിദ അലന്നാരി അൽഫസന, നരകത്തെ 1000 കൊല്ലം അല്ലാഹു തആല കത്തിച്ചു. നരകത്തെ 1000 കൊല്ലം കത്തിച്ചു. ഹത്തഹ്മറത്ത്, കത്തി 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 അതിങ്ങനെ ചുട്ട് പഴുത്ത് ചുവന്ന കളറായി. സുമ്മ ഊഖിദ അലൈഹാ അൽഫസന, പിന്നെയും 1000 കൊല്ലം കത്തിച്ചു. ഹത്ത ബിയല്ലത്ത്, അത് ചൂട് കൂടി 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 എന്തായി മാറി, അത് ആ ചുവന്ന കളറും മാറിയിട്ട് വെള്ള കളറിലേക്ക് വന്നു. സുമ്മ ഊഖിദ അലൈഹാ അൽഫസന, പിന്നെയും അതിനെ 1000 കൊല്ലം കത്തിച്ചു. ഹത്ത സ്വദ്ദത്ത്, അങ്ങനെ അത് കറുത്തു വന്നു. ഫഹിയ സൗദാഉ മുസ്ലിമ, ഇരുണ്ട് കറുത്തിട്ടാണ് ഇപ്പൊ സ്വർഗത്തിന്റെ നിറമുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വഅൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന ഖീലദ ജിൽദിൽ കാഫിരി 42 ദിറാഅ, കാഫിറിന്റെ തൊലിയുടെ കട്ടി 42 മുഴമാണ്. വ ഇന്ന ദിർസഹു മിസ്ലു ഉഹ്ദിൻ, അവന്റെ വാരിയല്ല് ഉഹദിനോളം വലിപ്പമുണ്ടാകും. നമ്മളെ ഇപ്പൊ കാണുന്ന ഈ ഒരു ശാരീരിക ഘടനയോടുകൂടി നരകത്തിലേക്ക് ഇട്ടാല് നരകത്തിന്റെ മുകളിലെത്തുന്നതിന് മുമ്പ് ഇതെല്ലാം കത്തിപ്പോയിട്ടുണ്ടാവും. നരകത്തിന്റെ ശക്തമായ ചൂടുകൊണ്ട് നരകത്തിന്റെ കിലോമീറ്ററുകൾക്ക് അകലെ നിന്ന് തന്നെ ഇതൊക്കെ എന്തായി പോവും, ഉരുകിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളെ അല്ലാഹു തആല ശക്തി, നമ്മുടെ ശരീരത്തിന്റെ ഘടനയിലൊക്കെ ആ നരകത്തിനോട് നമുക്ക് നരകത്തിലെ ശിക്ഷ അനുഭവിക്കാൻ പാകത്തിലുള്ള ശാരീരിക സവിശേഷതകൾ നമുക്ക് തരും. അതുകൊണ്ടാണ് പറയുന്നത്, കാഫിറിന് 42 മുഴം അയാളുടെ തോലിന് കട്ടി ഉണ്ടാവും. 42 മുഴം കട്ടിയുള്ള തോല് തന്നെ ഉണ്ടാവും.
നമ്മളിപ്പോഴത്തെ നമ്മളെ തോല് 0.something കട്ടി ഉണ്ടാവുള്ളൂ അല്ലെ, മില്ലിമീറ്ററുകൾ മാത്രമേ നമ്മുടെ തൊലിക്ക് കട്ടി ഉണ്ടാവുള്ളൂ. നമ്മുടെ തൊലി എന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ള ഏറ്റവും ശക്തമായ ഏറ്റവും കട്ടി കൂടിയ തൊലിക്ക് പോലും അത്രേ ഉണ്ടാവുള്ളൂ. അതേസമയം ആഖിറത്തിലെത്തുമ്പോഴത്തേക്ക് അത് 42 മുഴമായിട്ടുണ്ടാകും. അതിന്റെ നിർസഹു മിസിൽ ഉഹദിൻ, അയാളുടെ വാരിയെല്ലുകൾക്ക് ഉഹദ് മലയുടെ വലിപ്പം ഉണ്ടാകും. ഇന്ന മജ്ലിസഹു മിൻ ജഹന്നമ മാ ബൈന മക്കത്ത വൽ മദീന, നരകത്തിലെ അവന്റെ ഇരിപ്പിടം എന്ന് പറയുന്നത്, ഓനക്ക് ഒരുത്തനിക്ക് ഇരിക്കാനുള്ള സ്ഥലം മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അത്രയും വലിപ്പം ഉണ്ടാകും. അപ്പൊ അത്രയും സ്ഥലത്ത് കൊള്ളാൻ മാത്രം തന്നെ വലിപ്പം ഒരുത്തൻ തന്നെ ഉണ്ടാകും ആഖിറത്തിലെത്തുമ്പോൾ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നരകത്തില് കണ്ട ഈ കോടാനു ആളുകളൊക്കെ നരകത്തിൽ ഇരുത്തണമെങ്കിൽ മാത്രം എത്ര സ്ഥലം വേണം? അപ്പൊ നരകം എന്ന് പറയുന്നത് എന്തുമാത്രം വിശാലമായ ഒരു ലോകമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. തദ്രീബാത്തിലേക്ക് പോവാം. മാ ബിനാഉൽ ജന്നത്തി, ജന്നത്തിന്റെ ബിനാ എന്താണ്? ബിനാഉഹ എന്താണ്? ലബിനത്തുൻ മിൻ ഫിദ്ദത്തിൻ വലബിനത്തുൻ മിൻ ദഹബ്. അല്ലെ, മിലാത്തോ അൽ മിസ്കുൽ അദ്ഫറു ഹസ്ബാഓ അൽ യാഖൂതു വൽ അല്ലുഉലു വൽ യാഖൂതു. അല്ലെ, പിന്നെ 100 ദർജ ഉണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ് 100 ദർജ? അഅദഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. എവിടുന്നാണ് സ്വർഗത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത്? മിനൽ ഫിർദൗസ്, ഫിർദൗസിൽ നിന്നാണ് കേട്ടോ. കൈഫ യുഅ്താ ബി ജഹന്നം, എങ്ങനെയാണ് നരകത്തെ കൊണ്ടുവരിക? യുഅ്താ ബി ജഹന്നം യൗമഇദിൻ ലഹാ 70,000 സിമാമിൻ മഅ കുല്ലി സിമാമിൻ 70,000 മലക്കിൻ യജറൂനഹാ. പിന്നെ അഹ്വനു അഹ്ലിൻ നാരി അദാബൻ മൻ, നരകത്തിൽ ഏറ്റവും സിമ്പിളായ ഏറ്റവും എന്താണ് അഹ്വനായ നിസാരമായ ശിക്ഷ ആർക്കാണുള്ളത്? മല്ലഹു നഅലാനി വശറാകാനി മിൻ നാരി യഗ്ലാ മിൻഹുമാ ദിമാഉഹു. അല്ലെ, ലൗനു ജഹന്നമ മാഹുവ, നരകത്തിന്റെ കളർ എന്താണ്? ഇപ്പൊ സൗദാ മുദ്ലിമ, ഇപ്പൊ അത് എന്ത് കളറിലുള്ളത്? സൗദാ മുദ്ലിമ, ഇരുണ്ട കറുപ്പാണ്. മാ തുർബത്തുൽ ജന്ന, സ്വർഗത്തിലെ തുർബത്ത് എന്താണ്? അസ്സഅഫറാൻ. അല്ലെ, തദ്രീബാത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. ബാക്കി പാഠങ്ങൾ നന്നായി പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. തദ്രീബാത്തിൽ മാത്രമല്ല മറ്റുള്ളിടത്തുനിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.